ദേ ഇത് കണ്ടോ? ഇനിയിപ്പൊ നൃത്തം പഠിപ്പിക്കാൻ ഞാൻ വേണ്ട, മോൻ പഠിപ്പിച്ചോളും. ചേച്ചി എനിക്കത് തരത്തില്ല. എത്ര നേരമായിട്ട് കയ്യിൽ വെച്ചോണ്ടിരിക്കാ. പോടാ അമ്മയെ ഈ ചേച്ചിയോട് പറ എനിക്കത് തരാൻ. ഓ അത് അവൻ എങ്ങോട്ട് കൊടുക്കും മോളെ. അങ്ങനെ ഇപ്പൊ കൊടുക്കുന്നില്ല. എടോ അതിന്റെ ഇത്ര വലുതായിട്ടും അവനോട് വഴക്കിടാൻ നിനക്ക് നാണമില്ലേ? രണ്ടിനും കുറുമ്പിത്തിരി കൂടുന്നുണ്ട്. മോനെ, മോൻ അതങ്ങോട്ട് ചേച്ചിക്ക് കൊടുത്തേക്ക്. മോൻ ഇതിനേക്കാൾ നല്ല മ്യൂസിക് ബോക്സ് അച്ഛൻ വാങ്ങിത്തരാം. ഇത് കൊള്ളില്ല, കൊടുത്തേക്ക്. എപ്പോ വാങ്ങിത്തരും? അത് അടുത്ത ബർത്ത്ഡേക്ക് വാങ്ങിത്തരാം കേട്ടോ. എനിക്കെങ്ങും വേണ്ട ചേച്ചിയുടെ പാട്ട് വെട്ടി. താങ്ക് യു. വളർന്ന പെണ്ണാണെന്ന് ഒരു വിചാരവും ഇല്ല. എത്ര വളർന്നാലും അവര് നമുക്കെന്നും കുട്ടികളല്ലേ. ആ ഇത് നാളെ പത്രത്തിൽ വരേണ്ട മാറ്ററാ. ഞാനിത് കൊടുത്തിട്ട് വരാം. എന്താ മുന്നാ തിരക്കിട്ട്? റെയിൽപാളത്തിൽ വീണ്ടും ഒരു ശവശരീരം. ആരുടെ? ഇതും ഒരു പെൺകുട്ടിയുടെ. ഇതൊരു തുടക്കത പോലെയായല്ലോ. നോ, ഇനി ഇത് ആവർത്തിക്കാൻ നമ്മൾ അനുവദിച്ചൂടാ. അയ്യോ എന്താണോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇറ്റ്സ് ഓൺലി ആൻ ആക്സിഡന്റ്. മറ്റെന്തെങ്കിലും സാധ്യത? നോക്കുമേ സാർ, ഞാൻ ഡോക്ടറാണ്, ജോൺസൺ. എന്താ സ്കൂപ്പ് പോലും തുടങ്ങോ? എല്ലാം പതിവ് വാക്കുകൾ തന്നെ. പുതുതായി പറയാൻ ആർക്കും ഒന്നുമില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ? കഴിഞ്ഞു. റിപ്പോർട്ട് കിട്ടിയില്ല. ആക്സിഡന്റ് ആണെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. മുതലാളി, ഞങ്ങൾക്കുള്ള ഏക സ്വത്തായിരുന്നു അവൾ. അവളെ ആരോ ചതിച്ചതാണ്. എല്ലാം വിധിയെന്ന് കരുതി സമാധാനിക്കുക, അല്ലാതെ എന്ത് ചെയ്യാൻ? ആ കുട്ടി എന്റെ ഫാക്ടറിയിലെ ഏറ്റവും നല്ല തൊഴിലാളിയായിരുന്നു. തൽക്കാലം ഇത് വെച്ചോ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്റെ തൊഴിലാളിയുടെ കുടുംബം എന്റെ കുടുംബമാണ്. അവളെ ആരോ ചതിച്ചതാണ്. അവളെ ആരോ ചതിച്ചതാണ് മുതലാളി. സാർ, ഒന്ന് ചോദിച്ചോട്ടെ? ആരാ? മനസ്സിലായില്ല. ഞാനൊരു പത്രക്കാരനാണ്, വിശ്വനാഥൻ. ഓ, അത് താനാണോ? താനും ഒന്ന് രണ്ട് പ്രാവശ്യം എന്നെ ചൊറിഞ്ഞിട്ടുള്ളതാ. ഈ നാട്ടിൽ നടക്കുന്ന ആത്മഹത്യ, അപകടമരണവും കൊലപാതകമാക്കി മാറ്റിയ സെൻസേഷൻ ഉണ്ടാക്കുന്നതാണല്ലോ തന്റെ വിനോദം. ഇയാള് പറയുന്ന പോലെ പത്രപ്രവർത്തനം വിനോദമൊന്നുമല്ല, ജനങ്ങൾക്ക് നേര് കാണിച്ചു കൊടുക്കാനുള്ള ആയുധമാണ്. ചെകുത്താൻ ഭേദബോധാൻ എന്ന് തുടങ്ങി. ഇവിടെ ചേരിയിലും ചെറ്റപ്പുരയിലും കിടക്കുന്ന പെർക്കികളെ സംഘടിപ്പിക്കാനും സംരക്ഷിക്കാനും നടക്കുന്ന നാലുകാശിന്റെ ഗുണ്ട. അല്ലേ ഇവരെന്നെ കുറെ ഒലത്തും. ഓവാ അതെ, തനിക്ക് എന്താ അറിയേണ്ടത്? ആ പെൺകുട്ടി നിങ്ങളുടെ ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നല്ലോ. അതെ, അതുകൊണ്ട് ഇതൊരു അപകടമരണമാണെന്ന്. എന്താ അങ്ങനെ സംഭവിച്ചു കൂടാന്നുണ്ടോ? എന്നാ കേട്ടോ, അവളെ മൊറൈസ് മൃഗീയമായി ബലാത്സംഗം ചെയ്ത് തല്ലിക്കുന്ന് റെയിൽവേ ട്രാക്കിൽ ഇട്ടതാ. എഴുതി പിടിപ്പീരെ, വായിച്ച് ജനങ്ങളൊന്നും ഞെട്ടട്ടെ. സെൻസേഷൻ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പിന്നെങ്ങനെയാ? അല്ല, പണ്ട് സാറിന്റെ കാറ് കയറി ഏതോ പെൺകുട്ടി. നിർത്തോ, അധികം ടോർച്ച് കളിക്കണ്ട. ചിലപ്പോ തന്റെ പേനയിൽ മഷിക്ക് പകരം ചോര നിറഞ്ഞെന്ന് വരും. ഇല്ല, ഇന്നലെ വൈകിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല. വെക്കോ. സത്യം പറഞ്ഞില്ലെങ്കിൽ തഴുത്തിയാൻ വിട്ടും. എനിക്കൊന്നും അറിയില്ല. നിനക്കൊക്കെ അറിയാം, അങ്ങ് മര്യാദക്ക് പറഞ്ഞോ. നോക്കൂ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇതൊരു ആത്മഹത്യയാണെന്നാണ്. അതിനപ്പുറം അന്വേഷിക്കേണ്ട ചുമതല പോലീസിനില്ല. ആ റിപ്പോർട്ട് കള്ളമാണ്. സംഭവം നടന്ന ദിവസം മൊറേസിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് അവളെ വിളിപ്പിച്ചിരുന്നു. മൊറേസും പങ്കാളികളും ചേർന്ന് അവളെ ബലാത്സംഗം ചെയ്തു. ആ ആഘാതത്തിൽ അവൾ മരിച്ചു. അതൊരു അപകടമോ ആത്മഹത്യയോ ആക്കി തീർക്കാൻ വേണ്ടി റെയിൽപാളത്തിലേക്ക് അവളെ വലിച്ചെറിയുകയായിരുന്നു. നിങ്ങളുടെ ആവേശം ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ മാത്രമേ നടപടിയെടുക്കാൻ കഴിയൂ. മാത്രമല്ല, മരിച്ചുപോയ പെൺകുട്ടിയുടെ ബന്ധുക്കൾ പരാതി തന്നിട്ടുമില്ല. സാർ, അവർ മൊറേസിന് ഭയപ്പെടുന്നു. സ്വതന്ത്രമായ ഒരു അന്വേഷണം കൊണ്ട് മാത്രമേ സത്യം വെളിച്ചത്ത് വരൂ. നോ, പോലീസിന് ഇനി ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഫയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. മോനെ,
നിന്റെ പേന കൊണ്ട് നീ എന്റെ മുഖത്ത് തുപ്പിയല്ലേടാ? വിടില്ല. നിന്നെ മാത്രമല്ല, നിന്നെ സഹായിച്ച സകല തെണ്ടുകളെയും. അതുകൊണ്ട് പോയ മാനം തിരിച്ചു കിട്ടുമോ? മാനം അതെനിക്ക് മാത്രമല്ലല്ലോ, ആ ചെറ്റയ്ക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. ഫാക്ടറിയിൽ ആകെ കുഴപ്പമായിരിക്കുക. സാറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ അവരുടെ സമരം. നന്ദിയില്ലാത്ത പട്ടികള്. എന്താടാ എന്താടാ കിഴങ്ങ? ഞങ്ങളുടെ പെണ്ണുങ്ങൾ തന്റെ വെപ്പാട്ടിമാരല്ലടോ. അധികം കിടന്ന് വിളിച്ചു കൂവിയാലേ ഫാക്ടറി അടിച്ച സീല് വെച്ച് കളയും. നീയൊക്കെ 3 നേരം വെട്ടി വിഴുങ്ങുന്നതേ ഞാൻ എറിഞ്ഞിരുന്ന പിച്ചക്കാശ. അത് ഓർമ്മ വേണം. വല്ല വീര പത്രക്കാരൻ എഴുന്നള്ളിച്ച വിഡിത്തം കെട്ട് മൊറൈസിന്റെ മേത്തുകയറാൻ വന്നാണല്ലോ, ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ നോക്കത്തില്ല. ചവിട്ടിയ കീറിക്കളയും. അമ്മയും പെങ്ങളും ഇല്ലാത്ത നാറി തന്റെ പിച്ചക്കാശിന് തൂക്കി വിൽക്കാനുള്ളതല്ലേ ഞങ്ങളുടെ മാനം. തൊഴിലാളി പെണ്ണുങ്ങൾക്ക് തൊഴാൻ മാത്രമല്ല തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പാനും അറിയാം. നാളത്തെ അരങ്ങേറ്റത്തിൽ എന്റെ മോളൊരു രാജകുമാരി പോലിരിക്കും. അച്ഛനായിരിക്കമ്മേ. ആയിരിക്കും. ആരാ? എന്താ? വിശ്വനാഥ് സാറിന് ഒരു അപകടം പറ്റി. അയ്യോ, പ്രസ്സിൽ നിന്ന് രാമേന്ദ്ര സാറിന്റെ കൂടെ സ്കൂട്ടറിൽ വരുമ്പോ ഒരു ലോറി ലോറി. രാമേന്ദ്ര സാർ മരിച്ചു. അയ്യോ അച്ഛൻ. സാറിന് അല്പം കൂടുതലാ, വേഗം പോണം. ദാ അവിടെ കിടത്തിയിരിക്കുക. മോള അദ്ദേഹം എവിടെ? അദ്ദേഹം വരും. പക്ഷെ അതിനു മുമ്പ് ചില കണക്കുകളൊക്കെ പറഞ്ഞു തീർക്കാനുണ്ട്. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. കത്തി നിന്ന മൊറൈസിനെ ജനങ്ങൾ ആട്ടുകയും തുപ്പുകയും ചെയ്യുന്ന കരിക്കോലമാക്കി മാറ്റാൻ നിന്റെ മറ്റവന് ഒരു തുള്ളി മഷി മതിയായിരുന്നു. അവൻ എന്റെ തോലുരിച്ചു. എനിക്ക് നഷ്ടപ്പെട്ട മാനം അവൻ എന്തിനാ? നീ സുന്ദരിയാ, നിന്റെ മോളും. അയ്യോ, അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കാലിൽ വീണ് മാപ്പ് ചോദിക്കാം. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. നിന്റെ കെട്ടിയോന്റെ ഭാഷയില് ഞാനൊരു പെണ്ണുപിടിയനാ. പിഴിഞ്ഞ് ചാറെടുക്കാനല്ല, തല്ലിക്കൊഴിക്കാൻ എനിക്കിഷ്ടം. നാളത്തെ പത്രത്തില് ഞാനൊരു തലക്കെട്ട് കൊടുക്കും. ആദർശധീർണായ പത്രപ്രവർത്തകൻ വിശ്വനാഥന്റെ ഭാര്യയും മകളും അല്ല, ഞാൻ കൊടുത്തോളാം. കൊല്ലരുത്.